നമസ്കാരം. നമ്മളിപ്പോൾ അടുത്തിരിക്കുന്നത് നമ്മൾ പാരീസ് മോഹൻ എന്ന ചിത്രകാരൻ മോഹൻകുമാർ അല്ലേ സർ? പാരീസ് മോഹൻകുമാർ എന്ന ചിത്രകാരൻ്റെ അടുത്താണ് നമ്മൾ ഇരിക്കുന്നത്. യുനെസ്കോ അംഗീകരിച്ച ചിത്രങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെത്. കേരളത്തിൽ വേരോട്ടമുള്ള ഫ്രാൻസിൽ സാറിന് ഫ്രാൻസിലെ താങ്കൾക്ക് പൗരത്വമുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ഇന്ത്യനാണ്. മാറൂല. ഫ്രാൻസ് ബന്ധമുള്ള ചിത്രകാരൻ. വെറും ഒരു ചിത്രകാരനല്ല, നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില വിശേഷങ്ങളിലേക്ക് ചിത്രകലയെക്കുറിച്ചും അല്ലാതെയും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ ചില വിഷയങ്ങൾ ഒക്കെ നമുക്കിതിൽ പ്രതിപാദിക്കാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. നമസ്കാരം സാർ. സാർ, നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, താങ്കൾ എന്ന ചിത്രകാരൻ എങ്ങനെയാണ് ഫ്രാൻസിലേക്ക് പോയത്? ഫ്രാൻസിലേക്ക് പോയത് ഞാൻ ചെറുപ്പത്തിൽ തന്നെ കലാബോധമുണ്ട്. കാരണം നമ്മൾ തെറയില്ല, തെയ്യം, അതെ, അതിൻ്റെ എല്ലാം ഒരാളെ എൻ്റെ അവരെന്നെ വളർത്തിയ പോലെ. സാർ ശരിക്കും മാഹിക്കാരനാണ്? മാഹിക്കാരനാണ്, ഒറിജിനൽ. അപ്പോൾ എൻ്റെ അച്ഛൻ മാഹി കേരളത്തിൻ്റെ ഭാഗമല്ല, അല്ല, പോണ്ടിച്ചേരി സ്റ്റേറ്റ്. അപ്പോൾ എൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യം ഫ്രഞ്ചുകാർ ഗോ ബാക്ക് എന്നുള്ള ഇലക്ഷൻ റെഫറൻഡം, അതിൻ്റെ ആളും അച്ഛനും വേറെ ഫ്രണ്ട് റോബർട്ട് എന്ന് പറയും, അവരായിരുന്നു. അപ്പോൾ ഫ്രഞ്ചുകാർ ബാലറ്റ് തോക്കുന്ന് കണ്ടപ്പോൾ അവരെ മർദ്ദിച്ചു. അപ്പം എൻ്റെ അച്ഛന് ഗുരുതരമായി പരിക്കുപറ്റി. അങ്ങനെ അച്ഛൻ മരിച്ചു. മരിക്കുന്നതല്ല, അന്ന് കമ്മ്യൂണിസം കുഷ്ഠരോഗികളെ പോലെയാണ്. നമ്മളെ ആയിരിക്കും വേണ്ട, എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ നമ്മൾ അലഞ്ഞു തിരിയേണ്ട അവസാനം ഒരു... സാറ് ഇവിടുന്ന് പാരീസിലേക്ക് പോയ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് പോയത്? കാരണം എൻ്റെ അച്ഛൻ ഫ്രഞ്ച് റെഫറൻഡ് ഉണ്ടല്ലോ, ഫ്രാൻസ് ഗോ ബാക്ക്. അതെ. അപ്പം എൻ്റെ അച്ഛനും റോബർട്ട് എന്ന് പറയുന്ന മാഹിലെ അവരായിരുന്നു ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ ഫ്രഞ്ചുകാർ ബാലറ്റിൽ യെസ് നോ എന്ന ബോക്സ്. അപ്പോൾ യെസ് ആണ് അധികം. അപ്പോൾ അവർക്ക് ഉറപ്പായി. അപ്പോൾ അവരെന്ത് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ചാൽ അതങ്ങനെ ഒരുവിധം രക്ഷപ്പെട്ട്. അതുകൂടെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. എനിക്ക് 2 വയസ്സ്. വേറെ ബ്രദേഴ്സൊന്നുമില്ല സാറിന്? ബ്രദേഴ്സൊന്നുമില്ല താങ്കൾക്ക്? ബ്രദേഴ്സൊന്നുമില്ല, അനിയന്മാരോ? ആരുമില്ല. അപ്പോൾ ഞാനും എൻ്റെ അച്ഛൻ്റെ അമ്മയും 3 ആളായി. അപ്പോൾ ഞാൻ ചെറുപ്പത്തും തിരിയില്ല. പിന്നെ ആരും നമ്മളെൻ്റെ ഒരു ഇടിഞ്ഞു പൊടിഞ്ഞൊരു സന്യാസി സ്വാമിക്കണ്ണെന്ന് പറയും, അയാൾ താമസിച്ചൊരു ചെറിയൊരു വീടുണ്ട്, ആർച്ചലുള്ള ചെറിയ വീട്. നമ്മളവിടെ താമസിച്ചു ഫ്രീ. അതും പാർട്ടിയാ ശരിയാക്കി. ഇന്ന് CPM CPI ഇല്ല. അത്തുനാണെന്ന് പറയുന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് നമ്മളെ അടിയാക്കി. അങ്ങനെ നമ്മളവിടെ നിന്ന്. പക്ഷെ ആരും നമ്മളെ ക്ഷണിക്കൂല, മനസ്സിലായോ? അന്ന് ഒറ്റ പാർട്ടിയാണ്, CPI മാത്രം. അപ്പോൾ ഒരൊറ്റ കുട്ടി നമ്മളെ അങ്ങനെ ബന്ധപ്പെടുകയോ കല്യാണത്തിന് ക്ഷണിക്കുകയോ, മനസ്സിലായോ? സമൂഹത്തിൽ ഒറ്റപ്പെട്ടു. അന്ന് കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അന്ന് മാറി. അന്ന് ഫ്രഞ്ച് അധിനിവേശ പ്രദേശമാണ് അത്. അങ്ങനെ 54 വരെ. അങ്ങനെ ഞാൻ അങ്ങനെ നിൽക്കുമ്പം എൻ്റെ ഭാഗ്യത്തിന് ഞാൻ എൻ്റെ ചെറിയ ശില്പം ഉണ്ടാക്കും. അതിനെപ്പറ്റി പ്രാഥമിക വിദ്യാഭ്യാസം മാഹി ഫ്രഞ്ച് സ്കൂളിൽ. അപ്പം KP കേശവമേനോനെ പരിചയപ്പെട്ടു. അയാൾ എൻ്റെ ഒരു എക്സിബിഷൻ വെച്ച ചെറുപ്പത്തിൽ ബീച്ചോട്ട് ശില്പങ്ങൾ വെച്ചിട്ട്. ശില്പങ്ങൾ. ഫൈൻ ആർട്സ് താങ്കൾ എവിടെ പഠിക്കാൻ പോയി? ഫൈൻ ആർട്സ് ഒക്കെ താങ്കൾ എവിടെ ഏടിയും പഠിച്ചിട്ടില്ല. ഇല്ല. മുന്നൂറ്റം കുഞ്ഞിരാന്ന് പറഞ്ഞ തെയ്യമില്ലേ, തിറകയുന്ന അയാളോട് ഞാൻ വളർന്നത്. അച്ഛൻ്റെ ഫ്രണ്ടാണ്. അയാളൊരു മന്ത്രവാദിയും ആയിരക്കാരും അയാളാണ്. അയാളുള്ള ഒരു സപ്പോർട്ട്. അയാളും വരായ കുട്ടികളില്ല. അങ്ങനെ KP കേശവമേനോൻ അന്നേരം എന്ത് ട്രസ്റ്റാ, കോമൺവെൽത്ത് ട്രസ്റ്റിന്റെ പിള്ളക്കാരൻ. ഞാൻ എല്ലാ ചിത്രവും ഇതും വിറ്റ് പറഞ്ഞത് ശില്പങ്ങളും. അപ്പോൾ അന്നത്തെ കാലം വലിയൊരു പൈസ അത്. അങ്ങനെ ഇതിനെപ്പറ്റി നന്നായിട്ട് KP കേശവമേനോൻ ഒരു ആർട്ടിക്കിൾ എഴുതി പത്രത്തിൽ. അങ്ങനെ ദയാനന്ദ സർ എന്ന ഹിമാലയത്തിൽ നിന്നൊരു സ്വാമി ഒരു ഇല്ലത്തുണ്ട്, നമ്മുടെ 8 കിലോമീറ്റർ ദൂരം, താമരക്കുളം എന്ന് പറഞ്ഞ സ്ഥലം, വലിയ ഗംഭീര പഴയ. അവിടെ അയാൾ എന്നെ കാണാൻ വന്നു. അയാൾ പറഞ്ഞ് ഒരു പ്രതിമ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ ക്ലേയിലാണ് ഉണ്ടാക്കുന്നത്. ക്ലേ. അപ്പോൾ എൻ്റെ അച്ഛനുള്ള കുറേ ബുക്കുണ്ട് ഫ്രഞ്ചൊക്കെ. അതിലൊന്ന് സോക്രട്ടീസ്. ഞാൻ സോക്രട്ടീസിൻ്റെ അന്നൊരു ഞാൻ എത്രയായാലും ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്നും പാവപ്പെട്ട ആടെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞു.
ഇന്നത് പോയി. അത് പോയ കാരണം എനിക്കറിയാം. അങ്ങനെ BSc ശേഷം ഇനി വേറെ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല. അപ്പം ഞാൻ ചോദിച്ചാൽ സോക്രട്ടീസിന് തീരുമാനിച്ചു എന്നോട് ഒരു സ്റ്റോൾ ഉണ്ടാക്കാൻ. അപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ച് ഞാൻ ദൈവത്തിന് ഉണ്ടാക്കാം. അപ്പോൾ സ്വാമി ലണ്ടനിൽ പോയ സ്വാമി അത് അയാൾക്ക് നല്ലോണം അറിയാം. അയാൾ പറഞ്ഞു എന്നോട് പറഞ്ഞേ, നീ ഇവിടുന്ന് വളരെ ഞാൻ എനിക്ക് ഒരു മാർഗം പറയാം. നീ നിത്യേന എൻ്റെ വീട്ടിൽ വന്നു. അയാൾ ഇല്ലത്ത്. എത്ര വയസ്സുണ്ട് താങ്കൾക്കെന്ന്? അത്രയാണ് 14. എനിക്ക് ഓർമ്മയില്ല. 16 വയസ്സ് 14 അച്ഛൻ. അതിൽ SSLC കഴിഞ്ഞു, പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞു. ഇല്ല, ഞാൻ സ്കൂളിൽ നിന്ന് അങ്ങനെ പോകില്ല. ഞാനിപ്പോൾ അടുത്തായിട്ട് എന്നെ പഠിപ്പിച്ച മാഷൊക്കെ ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞേടാ, ഇന്നെപ്പോലത്തെ മടിയാൻ ലോകത്തില്ല. നീ സ്കൂളിൽ വരില്ല, നീ വന്നാൽ തന്നെ കോപ്പി ഒന്നുമില്ല, ഫ്രഞ്ച് ജനലാ, നീ കീഞ്ഞു പോവും. അങ്ങനെ തിരിഞ്ഞ് എനിക്ക് അഭിമാനം. നീ മാത്രം ഇത്രയും നന്നായില്ലേ അല്ലേ? അതേപോലെ ഉണ്ട് ഞാനിപ്പോൾ. അങ്ങനെ ഇയാളെ വീട്ടിൽ പോയി അവിടെ എത്തുമ്പോൾ കുളമുണ്ട്. കുളത്ത് കുളിച്ച് നമ്മളെ കുപ്പാടെ വെച്ച് വേറെ കൊടുത്ത് യോഗ പഠിച്ച്. പിന്നെ നമുക്ക് ഭക്ഷണം ഇല്ലല്ലോ, അങ്ങനെ നല്ല ഭക്ഷണം വെച്ച് അടിക്കാം. വരുമ്പോൾ അമ്മക്ക് കുറച്ച് കിട്ടും. പക്ഷെ 8 കിലോമീറ്റർ അങ്ങോട്ടും നടക്കണം, 8 ഇങ്ങോട്ടും. അതെൻ്റെ ജീവിതത്തിൽ മാറ്റിമറിച്ച്. അപ്പം എൻ്റെ തലയിലപ്പം സ്വാമി എന്നോട് ചോദിച്ചു, അങ്ങനെ ഇവർ എന്നെ ഹിമാലയത്തിൽ കൊണ്ടുപോയി. ഞാൻ യാത്ര ചെയ്ത് തിരുവണ്ണാമല. പക്ഷെ എനിക്കിതിലൊന്നും ഇതില്ല. കാരണം ഇന്നും ഞാൻ വലിയ വലിയ തമിഴ് സ്വാമിയുടെ PR-ആണ്. പക്ഷെ ഇവരിൽ ആരും തന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ അമൃതവായനെ വരച്ചിട്ട് വേൾഡ് നമ്പർ 1 ആണ് അവാർഡ് വാങ്ങി. അത് ഗോൾഡ് സമ്മാനം. ഞാൻ ആ അമ്മേനോട് പറഞ്ഞു, അമ്മ നിങ്ങൾ വിചാരിച്ചാൽ ഒരു 10 മിനിറ്റ് വേണ്ട, നിങ്ങൾ TV-യിൽ പറയുക, നമ്മുടെ മക്കളെ നമ്മുടെ കാടിനോട് തൊട്ട് കിടക്കുന്ന മുറിച്ച് മാറ്റപ്പെട്ട കാട് മുഴുവൻ നിങ്ങൾ വാങ്ങിയിട്ട് കാടാക്കൂ, കാടാകും അല്ലേ? പക്ഷേ ചുറ്റുമുള്ളതായ ഇതില്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തിനെ നശിപ്പിച്ചതായ ഉദ്യോഗസ്ഥന്മാരല്ലേ, അവരാണ് ഈ കമ്മിറ്റിയിലുള്ളത് ഇല്ലേ? ചെയ്യില്ല. അമ്മ വിചാരിച്ച കഴിയും, അവർ നല്ല ആളാണ്. പിന്നെ ഞാൻ പോക്കില്ല. കാരണം എൻ്റെ ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞ്, അവിടെയില്ല മോനെ, നിങ്ങൾ ഇങ്ങനത്തെ വർത്താനം ഇവിടുന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല എന്താ സംഭവം. നിങ്ങൾ ഒറ്റപ്പെട്ടു. ഒറ്റപ്പെട്ട കാരണം പറയാം. ഞാൻ ഇത്രയും എക്സിബിഷൻ വെച്ചിട്ട് ജന്മഭൂമി, ജനം TV ആരും വരില്ല. എന്തുകൊണ്ട്? കാരണം ഞാനും പറഞ്ഞു, എനിക്ക് നന്നായിട്ട് നേരിട്ട് അറിയുന്ന ആളായിരുന്നു മുമ്പ് CC രവിശങ്കർ. അയാൾ എന്താ ചെയ്യുന്നു അല്ലേ? ആർട്ട് ഓഫ് ലിവിങ്. ഇവരിപ്പോൾ കർഷകരെ പ്രശ്നം എന്തെങ്കിലും ഒരു പ്രശ്നം എടുക്കണില്ല. ഞാനെന്താ ചെയ്യുന്ന അറിയങ്ങള്, 41 കൊല്ലമായിട്ട് ഞാൻ എവിടെ അലഞ്ഞ് നടന്നാലും ഞാൻ വിത്ത് സംഭരിക്കും. പിന്നെ അപ്പക്കാളി അറിയില്ലെങ്കിൽ അപ്പക്കാളിയായിട്ട് കർണാടകത്തിൽ പോകുന്നവരോട് ഞാൻ പറയും, നിങ്ങൾ ഏതെങ്കിലും പീടിയ പരിചയപ്പെടുന്നവർ നിങ്ങൾ വിത്തുണ്ട് ഇവിടെ കൊടുക്കണം, പൈസ കൊടുക്കും. അങ്ങനെ ഞാൻ കണ്ടമാനം വിത്ത് സംഭരിച്ചു, അത് കൃഷി ചെയ്യിച്ചു. MS സ്വാമിനാഥനെ പോലുള്ള പല ആൾക്കാർ അവർ കുപ്പിയിൽ വിട്ട് വെക്കുക വിത്ത് അല്ലേ? എൻ്റെ കോൺഫറൻസ് എനിക്കതൊന്നുമില്ല, നമ്മൾ കൃഷി ചെയ്യുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങളെടുത്ത് അപ്പോൾ ഞാൻ ആദ്യം തീരുമാനിച്ചൊരു കാര്യം എന്നറിയും, നിങ്ങൾക്ക് പ്രകൃതി രക്ഷിക്കാൻ ലേഖമാർഗം കാട്ടിൻ്റെ തൊട്ടിട്ടും ഉള്ളിലുള്ള ആദിവാസികളും ചുറ്റുപാടുള്ള നമ്മളെ കുടിയേറ്റ കർഷകർ, മെയിനായിട്ട് നമ്മളെ അച്ചായന്മാർ, ആ കർഷകരുടെ സ്ഥിതി വളരെ മോശമാണ്. നമ്മൾ അവരെ രക്ഷിക്കണം ആദ്യം. കർഷകരെ രക്ഷിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് ആനയും ഉണ്ടാവില്ല, പക്ഷി ഉണ്ടാവില്ല, എന്തെല്ലാം കട്ടുകൊണ്ടും വേഴാമ്പല് കൂട് വരെ പോകുന്നുണ്ട് ഇവിടെ, അറിയില്ലേ? എല്ലാ ജീവികളെ കണ്ടുകൊണ്ടു. അപ്പം അതുകൊണ്ട് ഞാൻ ഇവരൊക്കെ വളരെ കുട്ടികളെ പഠിപ്പിക്കുന്നു. എൻ്റെ ഒരു സംശയം, താങ്കളൊരു ചിത്രകാരൻ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ആയി തുടങ്ങിയത് എപ്പോൾ മുതലാണ്? ഒരു ചിത്രകാരൻ എന്ന രീതിയിൽ ചിത്രകലയാണ് തൻ്റെ ഉപജീവന മാർഗമെന്നോ അല്ലെങ്കിൽ അങ്ങനെ താങ്കൾക്കൊരു തോന്നലുണ്ടായത് എപ്പോഴാണ്? അതെനിക്ക് ഇന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്നോട് ചില ആൾ ചോദിക്കൂ, ചൂടെടുക്കും, ചൂട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചൂട് ചിന്തിക്കുമ്പോൾ എനിക്ക് ചൂടുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് കർഷകർ, എൻ്റെ ഏറ്റവും വലുത് കർഷകരാണ്. കാരണം പ്രകൃതി രക്ഷിക്കണമെങ്കിൽ ഏകമാർഗിതാണ്. ഞാൻ കുടിക്കെതിരല്ല, കാരണം എല്ലാ സമൂഹത്തിലും എപ്പോഴും കുടിക്കുന്നൊരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ മറ്റുള്ള ആളെ പേര് പറയുന്നില്ല, ചില എഴുത്തുകാരൊക്കെ മരിച്ച ആളുകൾ എന്താ പറയുക, TV-യിൽ
ഞാൻ കുടിക്കൂല, സിഗരറ്റ് വലിക്കൂല, പെണ്ണ് പിടിക്കൂല, അല്ലേ സദാചാരം. ഞാനും കൂടെ ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു ദിവസം എന്നെ പറ്റി പറയില്ല. ഞാൻ എനിക്ക് വേണമെങ്കിൽ കുടിക്കും, ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല. പക്ഷെങ്കിൽ ഞാൻ പ്യൂർ വെജാണ്. പക്ഷെ ഞാൻ മീൻ വെച്ചോളൂ. ഞാൻ കണ്ടുമാനം മീൻ ആ ദിവസം എത്തിക്കും. അപ്പം ഉദ്ദേശം വെച്ചാൽ ഞാൻ പഠിപ്പിക്കുന്ന ഇപ്പാറെല്ലാം നല്ല കുട്ടികളെ പുറത്ത് പറഞ്ഞിട്ട് അയച്ച് പഠിപ്പിക്കും. കാരണം താങ്കൾക്ക് എന്തെങ്കിലും സന്നദ്ധ സംഘടന അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ചിത്രകല കണ്ടു മാത്രം താങ്കൾക്കൊരു ഉപജീവന മാർഗം ശരിയായോ? പിന്നെ വലിയ വിലക്കാണ് എൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ കുറച്ച് മുമ്പ് വിറ്റ്. ഇവിടെ ഇപ്പോൾ ചിത്രങ്ങൾ വിൽക്കാനായിട്ടല്ലേ താങ്കൾ എക്സിബിഷൻ വെച്ചിരിക്കുന്നത്? അത് വിൽക്കണം. അതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ പൂർവ്വ ചരിത്രത്തിൽ നിന്ന് നമ്മുടെ വർത്തമാനത്തിലേക്ക് വരികയാണ്. ഞാൻ ഈ മലയാളി മറ്റൊരു യൂട്യൂബ് ചാനലിൽ കണ്ടത് താങ്കളുടെ ചിത്രങ്ങൾ വിൽക്കുന്നതിനും താങ്കളുടെ ഈ പറയുന്ന ഓഡിറ്റോറിയത്തിലേക്ക് ഇങ്ങനെ പ്രദർശനം നടക്കുന്നതിനും വളരെ വിലങ്ങുതടിയായി ഇവിടുത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി വിലങ്ങു നിൽക്കുന്നു എന്ന് പറയുന്നു. അതൊക്കെ എന്താണ് അതിൻ്റെ കാരണം? താങ്കൾ അവരുടെ ആക്രമണത്തിന് ഇരയായ വ്യക്തിയാണെന്നും പറയുന്നു. കാരണം പറയാം, ഇവർ ഇവിടെ മാത്രമല്ല, ജ്യോതിബാസുവിൻ്റെ ഫാമിലി അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകൾ മുഴുവൻ പശ്ചിമ ബംഗാളിൽ അവരടക്കം MA ബേബി, BB ചെറിയൻ, അതിലേക്ക് ഞാൻ പറയാം. പിന്നെ നമ്മളെ എല്ലോഹിൻ്റെ MK ദാമോദരൻ വക്കീൽ, മായിക്കാൻ, അയാൾ നല്ല മനുഷ്യൻ. അയാളിലോണ്ട് എൻ്റെ ജീവനോട് വിളിപ്പെടുന്നു. MK ദാമോദരൻ അവരിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പേരെടുത്ത കമ്മ്യൂണിസ്റ്റ്. നമ്മളെ പിണറായിൻ്റെ ഒക്കെ ഗുരുവാ. അതെ. ഇവരൊക്കെ എൻ്റെ അടുത്ത് അവൻ താമസിക്കാം പാരീസിൽ. M മുകുന്ദൻ മെയിൻ അവനാണിത്. അപ്പം M മുകുന്ദൻ മാഹിക്കാരനല്ലേ? മാഹിക്കാരാണ്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ഞാൻ അവൻ്റെ. പക്ഷെ ഒരു ദിവസം ഞാൻ വർഷങ്ങളായി ഇത് സംഭവം ഞാൻ മനസ്സിലാക്കി, എന്തിനാണ് ഇവരൊക്കെ പാരീസിൽ വരുന്നത്? ഫ്രഞ്ച് ഗവൺമെൻറ് നെവർ നമ്മളെ ഇന്ത്യൻ്റെ ഫ്രണ്ടല്ല. മനസ്സിലായി? ഫ്രഞ്ച് ആരായാലും മുകുന്ദൻ ഫ്രഞ്ച് എംബസിയിൽ ജോലി ചെയ്ത ആളല്ലേ? ജോലി ചെയ്ത ആളാണ്. ജോലിയിൽ നിന്ന് പോയതാണ്, ജോലിയിൽ നിന്ന് പോയതാണ്. അപ്പോൾ ഇവൻ ഞാൻ അത്രയും വിശ്വസിച്ചിരുന്നത് ഇവനാണ് പറഞ്ഞ. അപ്പം ഞാൻ ഇവനോട് പറയും, നീ ചെയ്യുന്ന ആരും പറയില്ല, ഇപ്പോൾ നീ ചെയ്യുന്നൊന്നും ശരിയില്ലെന്ന് പറയും മുകുന്ദനോട്. അപ്പം ഞാൻ അന്നേരം നോട്ടപ്പുള്ളിയായി. സംഭവം പറയാം, ഫ്രഞ്ച് റെജീസ് ദബ്രേ കേട്ടോ, ചേഗുവേരൻ്റെ എഴുതിയ അവൻ എനിക്കറിയാം. പാരീസ് ഓൺ എൻവയോൺമെന്റ് മിനിസ്റ്റർ ആയിരുന്നു ആ സമയത്ത്. എനിക്ക് നല്ല ബന്ധമുണ്ട്. കാരണം ഇപ്പം ഞാനപ്പോൾ അവൻ പറഞ്ഞ്, നിങ്ങൾ നമുക്ക് കുറേ ഫണ്ട് തരും എനിക്ക്. എന്തെന്നറിയാം, ഇന്ത്യ സെക്കൻഡറാബാദോ അവിടെ എവിടെയോ ആന്ധ്രയിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഗ്യാസ് ഇല്ലേ, അതുണ്ടാക്കാൻ പോവാ, പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് തടയണം. അത് ഭയങ്കര മോശം. എന്തിനാ തടയണം നമ്മൾ? കാരണം ഇവരല്ലേ വെക്കുന്നത്, യൂറോപ്യൻസ് നമുക്ക്. അപ്പൊ ഇന്ത്യ മുന്നോട്ട് പോകരുത്, ഇന്ത്യ മുന്നിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്ത് എന്നോട് പറഞ്ഞ്, ഫണ്ട് തരും, നിങ്ങൾ പോയി ചെയ്യുക മസ്റ്റ്. അതിന് പകരം എക്സിബിഷൻ വലിയ വലിയ പരിപാടി ഞങ്ങൾക്ക് കിട്ടുമോടാം, അത് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പിന്നെ അവരെ പ്രശ്നം ഉണ്ടാക്കണം, കോൺഷ്യസ് ജനങ്ങളോട് പറയണം, ഇത് ഇന്ത്യക്ക് വലിയൊരു അപകടമാണ് കേട്ടോ, എൻവിറോൺമെന്റ് ഫണ്ട്. ഞാൻ പറഞ്ഞ് അങ്ങനെ ഒരു കഥ ഉണ്ടാക്കണം, സംഭവം ഉണ്ടാക്കുക, ഇല്ലാത്തത് ഉണ്ടാക്കണം. അപ്പം അങ്ങനെ ഞാനിത് ഒഴിവായല്ലോ. അപ്പം ഫ്രഞ്ച് ഗ്രൂപ്പ് പറഞ്ഞ് മൂന്നാണല്ലോ ഇന്ത്യയിലെ, സാറിന് അറിയാം. അതോ? അപ്പോൾ അതൊന്ന്. പിന്നെ ഇവരെ ഞാൻ ലതാമാൻ്റെ കോൺസേർട്ട് വരെ സംഘടിപ്പിച്ചിരുന്നു പാരീസിൽ. അപ്പോൾ സംഘടിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യൻ സെൻറ്ററിന് വേണ്ടിയിട്ട് നമ്മളെ അതും തകർത്തി വരും. അത് കഴിഞ്ഞ് പിന്നെ ഞാനങ്ങനെ ചോദിച്ചു. അങ്ങനെ ഇവർക്ക് പിന്നെ ആരെ കിട്ടിയെന്ന് മൂന്നാണ് ആൾ. മൂന്നാണ് സച്ചിദാനന്ദ കുറേ ആളുണ്ടല്ലോ. അരുന്ധതി റോയ് ആരായത്? ആരാണ് ഇവൾ? അവളെ പറഞ്ഞ് ഇവൻ പറഞ്ഞു കൊടുത്ത് അവരാണ് വലിയ. അങ്ങനെ കോടിക്കാണ് ഉറുപ്പിയും കൊടുത്ത് ഇവളെ പൊതിച്ച്. ഇവള് പറയും പൊക്രാൻ. ഇവള് വാതിൽ പൂട്ടിയില്ലേ താമസിക്കുന്നത്, സെക്യൂരിറ്റി. പസഫിക് ഐലൻഡിൽ ഫ്രഞ്ച് കോളനി ഉണ്ട്. അവിടെ ഫ്രഞ്ചുകാർ നിരന്തരം ന്യൂസിലൻഡ് നിരന്തരം ആണവ പരീക്ഷണം നടത്തുന്നു. അതിവിടെ കൊണ്ടൂല. കൊണ്ടുപോ ഇല്ല പൊക്രാൻ. അപ്പം ഇവരൊക്കെ എന്ത് വാക്ക് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് അറിയില്ല, അത്ര മോശമായിട്ടുള്ള പരിപാടികളാണ്. ഇങ്ങനെ കുറേ ആളുണ്ട്, മനസ്സിലായില്ലേ? ഇവരാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഞാനാണ് ചേഗുവേരൻ്റെ ക്യൂബയിൽ സോളിഡാരിറ്റി, ക്യൂബൻ സോളിഡാരിറ്റി കുറേ ഐഡിയ അയച്ചിന് ഇവിടുന്ന് എല്ലാ സ്കൂളിൽ നിന്ന് റിപ്യൂട്ടഡ്. അയാളുടെ പബ്ലിസിറ്റിക്ക് മാത്രമാണ്.
നമ്മളെ മാന്യനായ സുഹൃത്ത്, എൻ്റെ വലിയ സുഹൃത്തായിരുന്നു മേബി. ഓരോ കുട്ടി ഓരോ പിടി എരികൊണ്ട് പച്ചരികത്തിൽ ഇവരെന്ത് രാധാകൃഷ്ണൻ എന്ന അയാൾ പേരുന്നു ഷിപ്പിംഗ് കോർപ്പറേഷൻ ഉണ്ടോ, അവരെ പിടിച്ചിട്ട് എങ്ങനെയോ ബോംബെ നിന്ന് കപ്പലിൽ കയറ്റി അയച്ചു. ഈ അരിയങ്ങെത്തുമ്പോഴത്തെ പൂത്തുപോയി. യുവക്കാർ ഇതെടുത്ത കടലിലിട്ട്. ഇതൊന്നും ജനങ്ങളറിയില്ല. അപ്പം ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാം പബ്ലിസിറ്റിക്ക്. ക്യൂബൻ സോൾഡർ, ഞാനാണ് ക്യൂബൻ്റെ സോൾഡേറ്റിൻ്റെ പോസ്റ്റർ ചെയ്യുവാൻ വരച്ചു കൊടുത്തവർ, മനസ്സിലായോ? പക്ഷേ ഈ ബേബി വിദ്യാഭ്യാസ മന്ത്രിയാണോ? അല്ല, പിന്നെയല്ലേ. സാറിന്റെ സംസാരത്തിലുടനീളം ബേബി വിഷയമായി കടന്നു വരുന്നുണ്ട്. ഈ പറയുന്ന ഈ ചിത്രപ്രദർശനത്തിന് പോലും തടയായി നിൽക്കുന്നത് ഇവിടുത്തെ CPM-കാരാണെന്നൊരു വർത്തമാനം. ബേബിയെ പറ്റി എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം. അപ്പം ഞാനിപ്പോൾ സാജൻ്റെ ഇൻ്റർവ്യൂ വെച്ചൊരു കാരണം പറയുന്നത്, എൻ്റെ ഫ്രണ്ട്സ് പ്രമുഖരായ വക്കീൽ, ഞാൻ 3.5 കൊല്ലം ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയിൽ വീട്ടിൽ താമസിച്ചു, ശിവരാജ് പട്ടേൽ. അതെ, ഞാൻ ലാൽ ബഹദൂർ ശാസ്ത്രി പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ IAS IPS പഠിപ്പിച്ചു. അപ്പം പിന്നെ ഡിഫൻസ് മിനിസ്ട്രി പഠിപ്പിച്ചു ഞാൻ. അപ്പം എനക്കും നല്ലതായ ബന്ധങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ബന്ധത്തിന് പറയും ശ്രദ്ധിച്ചോ, കാരണം ഇവൻ നിരന്തരം ഇതാക്കും. കാരണം ഇവർക്ക് ഇഷ്ടമല്ല നമ്മൾ കർഷകരൊക്കെ കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. ആർക്കാണ് സാർ? CPM എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അതെ, ഞാനൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഇവരെ പോലത്തെ. അതെ, അല്ല അതെനിക്ക് ഞാൻ സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇവരെന്ന് ചോദിച്ചാൽ, അല്ല ബേബി താങ്കളുടെ ജീവിതത്തിൽ ഒരു വളരെ നിർണായകമായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, താങ്കൾ വിവാഹിതനല്ലേ? താങ്കളുടെ ഭാര്യ ഫ്രഞ്ച് വനിതയാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ ബേബിയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഒരു ഭയങ്കരമായ അലിഗേഷനാണ് ഇത്രയും പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയുന്നത്. അല്ല, എൻ്റെ ഭാര്യയായിട്ടല്ല, അദ്ദേഹം താങ്കളുടെ വീട്ടിൽ ഒരു ദിവസം തങ്ങുക. അത് മാഹിയിലാണ്, അത് മുമ്പേ കഥ. അത് എല്ലാവർക്കും അറിയാം. ബേബി ആരാന്ന് എല്ലാവർക്കും അറിയാം. അത് പാർട്ടിന്റെ ഉത്തരവാദിത്തം കണ്ടുപിടിക്കേണ്ടത്. ഒറ്റ കമ്മ്യൂണിസ്റ്റ് നേതാവിന് എല്ലാവരും എനിക്കറിയാം. നിങ്ങൾ ഒറ്റക്കൊറ്റ ചോദിച്ചാൽ പിണറായിയെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ പിണറായിയെ താങ്കൾ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. പിണറായിയോട് താങ്കൾ പറഞ്ഞു. അതെന്താ നിങ്ങൾ എന്തെല്ലാം കേസ് എന്റെ കള്ള കേസ് കൊടുക്കും. സാർ, എന്തുകൊണ്ട് ഇവർക്ക് ഇത്ര വിരോധം താങ്കളോട് ഉണ്ടാവണം? ഞാനിങ്ങോട്ടിപ്പം പറയില്ല. എനിക്ക് ധാരാളം കാര്യങ്ങൾ അറിയാം. എങ്ങനെയാണ് ഈ പാർട്ടിയുടെ രഹസ്യങ്ങൾ താങ്കൾക്ക് അറിയാം. ബേബിയുമായി ബന്ധപ്പെട്ടുള്ളത് നമുക്ക് കുറച്ചൊക്കെ. അവനാണ് ഇതിന്റെ റെപ്രസെന്റേറ്റീവ്. ഇതന്നെ പോകുന്നത്. ഈ സാർ, അദ്ദേഹത്തിന്റെ ഈ വഴിവിട്ട ഒരുതരം ജീവിതം ബേബി എന്താണെന്ന് അറിയാമെന്ന് സാർ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം. ബേബി ഒരു വ്യക്തിയല്ല, അവന്റെ മോനാരാ. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ അല്ലേ? ഇവരൊക്കെ വെച്ചാല് അവരൊക്കെ ഒരു സമ്പന്നമായ ഒരു വേറെ ഗംഗ. സാർ, ബേബി ഒരു നാട്യഭുജിയാണോ? ഒരു നാട്യഭുജിയാണോ? നാട്യക്കാരനാണ്, നാട്യഭുജിയാണ്. ആ നാട്യഭുജിയാണ് താങ്കളെ പോലുള്ളവരെയൊക്കെ ഇങ്ങനെ വേട്ടയടക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ക്രിമിനാലിറ്റി ചെയ്തോ പാർട്ടി രക്ഷിക്കും, പക്ഷെ പാർട്ടി പറയുന്നതിന് മേലെ പോകണം. ഉദാഹരണത്തിന് പറയട്ടെ, നമ്മളിപ്പം കർഷകരെ നല്ലൊരു ഇതാണ്. നമ്മൾക്ക് 2 ഷോപ്പ് ഇപ്പം ഇവർ തന്നു, കസിനോ. എന്തെന്നറിയാം, നമ്മളെ കർഷകരെ സാധനം വിൽക്കാൻ ഒന്ന് പനമ്പള്ളിലും ഫ്രീ, ഒന്ന് ഇവിടെ നമ്മുടെ സ്പൈസസ് ജ്യൂസ് സ്ട്രീറ്റിൽ. അത് മതി. നമ്മളെ കർഷകർക്ക് ഇപ്പം 800 രൂപ 600 രൂപ കറാമ്പിലും കിട്ടുന്നത് 1500 കിട്ടൂലേ? ഞാൻ ഒരു ലാഭം എടുക്കില്ല. നിങ്ങൾ എൻ്റെ വീട് പോയി നോക്കുമാകില്ല, ഇടിഞ്ഞ വീടാണ്. എന്നിട്ട് പറഞ്ഞ് ആ വീട് അടിച്ചു മാറേണ്ട പരിപാടി ഇവരതൊക്കെ നശിപ്പിക്കാൻ നോക്കി. സാർ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തി വിരോധം താങ്കളോട് CPM-കാർ കാണിച്ചു? താങ്കൾ തന്നെ എന്നോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ അഭിമുഖത്തിന് മുമ്പ് പറയും താങ്കളുടെ പല്ല് എത്രയെങ്കിലും 17 പല്ലില്ല. അപ്പോൾ അതെങ്ങനെ സാർ ഇവർ ആക്രമിച്ചാണ്? ഇവരെന്തിനാണ് സാർ അങ്ങനെയൊക്കെ ചെയ്തത്? നോക്കിയത് ഇതെന്തിനാണ് അത് ചെയ്തത്? അവര് ചെയ്തത്. അപ്പം ഞാൻ എന്താ സംഭവം, ഞാൻ സാർ അതിലേക്ക് തന്നെ ഒന്ന് പറയണം. വളരെ കുറഞ്ഞ ഭക്ഷണം കഴിക്കുക. ഞാൻ ബരക്കലാണ്. വേറൊന്ന്, എനിക്കൊരു നല്ല നല്ല ആരോഗ്യമാണ് ഇതൊഴിച്ചാൽ. അപ്പം ഇവർക്ക് എങ്ങനെയെങ്കിലും എന്നൊന്നും ഇല്ലാണ്ടാക്കണം, ഉറപ്പാ. എന്താണ് റീസൺ? ഞാൻ അവരെ പറ്റി എനിക്കറിയാം. ആ രഹസ്യങ്ങൾ അറിയാമെന്നുള്ളതുണ്ടോ? രഹസ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന് എങ്ങനെയാണ് ഇവർ ലിറ്റിൽ ബൈ ലിറ്റിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഇല്ലാണ്ടാക്കി, ബംഗാളിൽ ഇല്ലാണ്ടാക്കി. ആരാക്കി? ഈ ബൃന്ദാക്കാരോട്ട് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടുകൊടുക്കുന്ന ആൾക്കാർ. ഇവർക്കൊക്കെ നമ്മുടെ എന്താ എൻ്റെ പേര്, ബൃന്ദാക്കാരായിട്ട് പ്രകാശ് കാരാട്ട്. അവർക്കൊക്കെ അന്വേഷിക്കണം. ഞാനല്ല, പാർട്ടി അന്വേഷിക്കും. ഇവരെ എത്ര സ്വിറ്റ്സർലാൻഡൊക്കെ എന്താ ഇടും ചോദിക്കും. അനധികൃത സ്വത്ത്. പിന്നെ ഇവർക്കൊക്കെ വീടൊക്കെ അല്ലേ. ഇവരെ എവിടെയെങ്കിലും ഇവർ പബ്ലിഷ് ചെയ്യോ? എവിടെയൊക്കെ ഇവരെല്ലാം പോകുന്നത്? യൂറോപ്പിൽ എന്തിനു പേര് പോകുന്നത്? മാങ്ങ വാങ്ങാനാ, തേങ്ങ വാങ്ങാനാ,
ഞാനിപ്പോൾ എൻ്റെ എത്രയോ നല്ല ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് CPM നേതാക്കൾ. അപ്പോൾ താങ്കൾ ഈ ഫ്രഞ്ച് വനിതയാണ് താങ്കളുടെ ഭാര്യ. അപ്പോൾ താങ്കൾ ഫ്രാൻസിൽ ഒരു വർഷം എത്ര നാളുണ്ടാവും? ഞാൻ കൊല്ലത്തിൽ 3 പ്രാവശ്യം വരും അമ്മയെ കാണാൻ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കഥ പറയാം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വണ്ടി വിചിത്രമായിട്ട് അമ്മേനെ കൊല്ലുന്നു. ചിന്തിച്ചു നോക്കണം. എന്തിനാണ്? അമ്മയുള്ളതുകൊണ്ട് മാത്രമാണ് നാട്ടിൽ വരുന്നത്. അപ്പോൾ ഇവരെ ചെരിവിനിങ് വരില്ല. എൻ്റെ അമ്മേനെ നിങ്ങൾ കേൾക്കും. തട്ടിയിൽ മരിക്കാത്ത എൻ്റെ അമ്മേനെ ഇവർ കൊണ്ടുപോയി ഹോസ്പിറ്റലല്ല, കൊണ്ടുപോയി ഇടുന്നറിയോ? ശ്മശാനത്തിൽ പോസ്റ്റ്മോർട്ടം ഇതില്ല, വണ്ടിയിലുള്ള അനാഥപ്രേതത്തിൻ്റെ ആളെ കൊണ്ടുപോയിട്ട് എൻ്റെ അമ്മേനാ. എൻ്റെ അമ്മ മരിച്ചു, അറിയോ? കിടപ്പ് രോഗിയായിരുന്നു അമ്മ? ഒന്നുമില്ല, നല്ല ആരോഗ്യമുള്ള അമ്മ. എൻ്റെ പിന്നെ എനിക്ക് ഭക്ഷണം ചോറും വെച്ച് വെച്ചിട്ട് പോയതാ തലശ്ശേരി തട്ടിക്കളി. എന്നിട്ടോ ഉളിപ്പില്ലാണ്ട് അടുത്ത പാർട്ടി സെക്രട്ടറി വന്നിട്ട് എന്നോട് പറയാം, ഇങ്ങോട്ട് നമുക്ക് പൈസ വാങ്ങി നെഗോസിയേറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞു. ഓ മരിച്ചിപ്പോ. ഞാനായിരുന്നു നിങ്ങൾ എൻ്റെ അച്ഛൻ പിന്നെ കമ്മ്യൂണിസം നല്ല പുഷ്പിക്കാൻ തുടങ്ങിയപ്പോൾ മാഹിയിലെ KV രാഘവൻ MLA എൻ്റെ അച്ഛൻ്റെ മരുമനാണ്. എന്നിട്ട് പോലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ഇതുണ്ട്, നിങ്ങളെ കുടുംബബന്ധമൊന്നുമില്ല, അറിയാം, പാർട്ടിയുള്ളൂ. അത്ര നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ഞാൻ വളരെ ഭംഗിയായിട്ട് ആദിവാസികളുടെയും കർഷകരെയും സംരക്ഷിക്കും. സാർ, അതിൽ ഇവർക്ക് എന്തിന് താങ്കളുടെ അസൂയ തോന്നണം? ഇപ്പം എന്ത് നമ്മൾ ചെയ്യുന്നുണ്ട് അവരെ വിളിക്കണം, മനസ്സിലായോ? അവരെ മുന്നിൽ നിർത്തണം. അത് താങ്കൾ ചെയ്യില്ല? ഇല്ല. എന്തുകൊണ്ട് താങ്കൾ അത് ചെയ്യാത്ത? ഞാൻ അവരോട് പറഞ്ഞ ക്രെഡിറ്റ് അവർ കൊണ്ടുപോകണം താങ്കൾക്ക് ഇഷ്ടം അല്ല. എൻ്റെ കുറേ പ്രസംഗങ്ങളുണ്ട്. MA പ്രസംഗത്തിന് DYFന്റെ ഓഫീസ് കൽപ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മളെ ശർമ്മയൊന്നുമല്ല, ശർമ്മയെല്ലാം. അപ്പം ഓൻ തന്നെ പ്രസംഗിച്ചാണ്. ആ കാലത്ത് 5 ലക്ഷം റുപ്യ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ബേബി ഓൻ പ്രസംഗിച്ചതാ, ഇല്ലെന്ന് പറയട്ടെ. ഇദ്ദേഹം ചിത്രം വിറ്റതായ പൈസ ചേകുബേരെ കമ്മിറ്റിക്ക് കൊടുത്തു. ഓക്കെ, ഞാൻ വരച്ചും കൊടുത്തു. പക്ഷേ ക്യൂബയിലേക്ക് ആള് പോകുമ്പോൾ ഞാനല്ല, അത് വേറെ ആള്. പോട്ടെ. അങ്ങനെ അത് കഴിഞ്ഞ് പറഞ്ഞ് അവിടെ പ്രസംഗമല്ലോ. അപ്പോൾ കുറേയെല്ലാം പ്രസംഗിച്ചപ്പോൾ ഇവൻ പറയുക, ഒരു ഭയങ്കര വിപ്ലവം. അപ്പം ഞാനിങ്ങനെ മുമ്പിൽ നോക്കുമ്പോൾ ചുവപ്പ് ബ്ലൗസൊക്കെ ഇട്ട് എൻ്റെ അച്ഛനമ്മേലും ഓർമ്മ വന്നു. കഴുത്തിൽ ചരടുമില്ലാത്ത പാവപ്പെട്ട പെണ്ണുങ്ങൾ വിപ്ലവം കാത്തിരിക്കുക. അപ്പോൾ എന്നോട് 2 വാക്ക് പറയാം. ഇപ്പോൾ ഒരാൾ മലയാളം, ഞാൻ പറഞ്ഞു എനിക്ക് മലയാളം അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ്, പ്രിയപ്പെട്ട സഖാക്കൾ, ഇവർ പറഞ്ഞ വിപ്ലവം ഈ വഴിക്ക് വരില്ല. നിങ്ങൾ റെയിലില്ലാത്ത റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയും കാത്തുക്കുന്നതാണ്. നിങ്ങൾ ഒരു വിപ്ലവം ചെയ്യൂ. നിങ്ങളെ നെയ്ത്തുകാരൻ്റെ കുപ്പായം വാങ്ങും, നിങ്ങളെ മൺപാത്രം വാങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും. അത് മാത്രം ഭാവി അല്ലേ നിങ്ങളുടെ നാശത്തിൽ. എൻ്റെ ഷർട്ട് പിടിച്ച് വലിച്ചു ജുബ്ബ എന്തിന് നിർത്തിക്കളിയാ. അപ്പം ഇവരെന്താ ഇപ്പം നമ്മളൊരു പരിപാടി, ആ കുട്ടികളെ പരിപാടി എല്ലാവരും പറഞ്ഞല്ലേ, എൻ്റെ കുറേ ഇതുണ്ട് ഇൻ്റർവ്യൂ ലോക്കൽ ടെലിവിഷൻ. അപ്പം ഇവർക്ക് ഞാനിങ്ങനെ അപ്പോൾ ഒരു പറയും ശ്രദ്ധിക്കണം, ഇവൻ മനസ്സിലായില്ലേ, കൃഷി ചെയ്യിക്കുന്നത് കൂടും, പക്ഷേ ഇവൻ രാഷ്ട്രീയമായിട്ട് ആയിക്കോട്ടെ. ഞാനൊക്കെ ഒരു ഇതുമില്ല. അതായത് താങ്കൾ കുറേ സത്യങ്ങൾ വിളിച്ച് പറയുന്നു, അതാണ് അവരുടെ ഏറ്റവും വലിയ. ഇപ്പോൾ ഒരു സത്യം ഞാൻ പറയാം. ഞാൻ വിളിച്ച് കുറേ മണ്ടത്തെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ്, നിങ്ങളിതൊന്നും വിശ്വസിക്കേണ്ട, എല്ലാവർക്കും 2 ഏക്കർ 5 ഏക്കർ സ്ഥലം കൊടുക്കുന്നു. ഞാൻ പറയും, മോനെ ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമാണ്. കാരണം ചായപ്പൊടി കാപ്പിയൊക്കെ ഇന്റർനാഷണൽ അല്ലേ നിലനിൽപ്പ് അതിലാണ്, ഫോറിൻ ഫണ്ട്. നിങ്ങൾക്ക് ഇവർ 2 ഏക്കറോ 5 ഏക്കറോ തന്നാൽ നിങ്ങളെന്ത് ചെയ്യും? അതിൽ മുത്തറിയും മുമ്പത്തെ പോലെ കൃഷി ചെയ്ത് കുറച്ച് ബാച്ച് ആരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സുഖമായി ജീവിക്കും സ്വതന്ത്രമായിട്ട്. പക്ഷേ ഈ ടാറ്റേൻ്റെ ബിർളേൻ്റെ വീരേന്ദ്രകുമാറിൻ്റെ തോട്ടത്തിൽ ആരാ ചപ്പ് പറിക്കാൻ പോവാ ഇല്ലേ? അപ്പൊ സ്വപ്നം കാണാറ് ഒരു കാരണവശാലും നിങ്ങൾക്ക് തരില്ല. അത് വലിയ അടിയായി പോയി ഇല്ലേ? ഞാൻ പറഞ്ഞ അന്തിവാസികളാക്കിയത് CPM ആണ്. മുമ്പ് റേഷൻ ഷാപ്പ് വരുന്ന മുമ്പ് കടക്ക് മുമ്പ് ഒരു റേഷൻ അരി ഉണ്ടാക്കും, തീർന്നു. ബീവറേജ് വന്ന് അന്ന് വരെ നോക്കി ഫയൽ നോക്കിയാൽ അറിയാം, ഒരു കൊലക്കുറ്റം, ഒരു അടിപിടി, ഒരു കളവൊന്നുമില്ലാത്ത ആദിവാസികളിൽ നിന്ന് എത്ര ആളുണ്ടെന്ന് അറിയങ്ങൾ, ഒരു പ്രശ്നങ്ങൾ അറിയങ്ങൾ പോയി നോക്ക്. കുറേ ആദിവാസി കുട്ടികൾ ഞാനത് എന്തെങ്കിലും ചെയ്യും. കണ്ണൂർ എവിടെ ജയിലിൽ കിടക്കും, എന്തിനറിയോ?
പ്രായപൂർത്തിയല്ലാണ്ട് കല്യാണം കഴിച്ചു. അവർക്ക് എന്തറിയാം ഈ നിയമല്ലേ? അവിടുന്ന് ഇവർ വല്ല രക്ഷപ്പെടുത്തിയോ? ഇല്ല. അവരെ ജയിലുള്ളും വിടുവോ? ഇല്ല. സാർ, നമുക്ക് സമയക്കുറവ് മൂലമാണ്, നമുക്ക് ചർച്ചയുടെ അവസാനത്തിലേക്ക് പോകാം. താങ്കൾ ഇപ്പോൾ ഇവിടെ ഈ പ്രദർശനം വെച്ചു, ഇതിനിവിടെ വരുന്ന ഒരു റെസ്ട്രിക്ഷൻ ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. സാർ, രണ്ടാമത് ഒന്നുകൂടെ എനിക്ക് അറിയാനുള്ളത്, MA ബേബിയെ സംബന്ധിച്ച് താങ്കൾ ഒരു പരാമർശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്കളുടെ വീട്ടിൽ ഒരു രാത്രി തങ്ങാൻ വന്ന ബേബി വളരെ മോശമായി അദ്ദേഹത്തിന് ഒരു ഫ്രഞ്ച് യുവതിയെ പ്രാപിക്കണമെന്ന ആഗ്രഹം പറഞ്ഞു എന്നും ആ കാര്യമൊക്കെ താങ്കൾ പുറത്തു പറഞ്ഞത് ഒരു വിരോധത്തിന് കാരണമായി എന്നും പറയുന്നത് അതല്ലുണ്ടാവും. കാരണം അപ്പോൾ ബേബിയുടെ ശരിക്കുള്ള സ്വഭാവമാണ് താങ്കൾ പറഞ്ഞത്. അല്ല, ബേബിയുടെ സ്വഭാവം എന്നെക്കാളും നന്നായിട്ട് എല്ലാ സഖാക്കൾക്കും അറിയാം. CPM-മാർക്കും അറിയാം, CPI-ക്കാർക്കും അറിയാം. സാർ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ആര് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ? അവൻ താല്പര്യക്കാരനാണ്. ഇതിൽ താല്പര്യമുള്ള ആളാണ്. അവനെന്താ അവർ പാർട്ടിയാണ് അന്വേഷിക്കേണ്ടത് ഇവന്റെ ജീവിതം എന്താ. അല്ല, എന്നിട്ട് അവർ വിളിച്ച് ജനറൽ സെക്രട്ടറി ആക്കിയിട്ടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ഇവൻ, എന്തിനാണ് ജനറൽ സെക്രട്ടറി? എനിക്ക് കമ്മ്യൂണിസ്റ്റിന്റെ അവസാനത്തെ അണി അടിച്ച് നമ്മളെ ഇയാളും പോയി, അച്യുതാനന്ദൻ. തീർന്നു. ഇപ്പൊ ശവക്കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക BS-നെതിരെ ഉണ്ടായിരുന്ന ആക്രമണങ്ങളൊക്കെ. സാർ, അപ്പൊ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുന്നത്, എനിക്ക് ഒരു അല്പ തിരക്കുള്ളതുകൊണ്ടാണ്. ഇപ്പൊ ഒന്ന് പറയാൻ, ഈ ചിത്രപ്രദർശനത്തിന് എങ്ങനെയാണ് ഇവർ തടയിട്ടത്? ഇപ്പോ ഇവിടെ എനിക്കിവരെ അറിയാം. കാരണം പാരീസ് തന്നെ ഇവർക്ക് ചൈനീസ് ടെക്നിക്ക്, റഷ്യൻ ടെക്നിക്ക്, കൊറിയൻ എല്ലാം ഇവർക്ക് അറിയാം. അപ്പൊ ഇവർ വളരെ ഇപ്പൊ ഇവിടെ ഒരു ബുക്കുണ്ട്. അപ്പൊ അവർക്ക് അറിയാം എൻ്റെ പെയിന്റിങ് ബയോസാരം കൂടെ അന്വേഷിച്ച് അറിയാം. എൻ്റെ പെയിന്റിങ് വാങ്ങുന്ന ഒരൊറ്റ കുട്ടി വിളിച്ചിട്ട് വന്നില്ല. പക്ഷെ പ്രശ്നമില്ല, എനിക്ക് വേറെ വയസ്സുണ്ട്. ഇന്നിപ്പോ ശർമ്മയ്ക്കൊക്കെ താങ്കളെ അറിയില്ലേ? ഇവിടെ CPM നേതാവ് ശർമ്മയ്ക്കൊക്കെ താങ്കളെ അറിയില്ലേ? ആരാ? ശർമ്മയ്ക്കൊക്കെ. ശർമ്മ ഈ പാർട്ടി ഇവരിപ്പോ പ്രത്യേകിച്ച് ഞാനിപ്പോ ഇന്റർവ്യൂ എന്തിനാ വെച്ചെന്നറിയോ? എന്നോട് പ്രമുഖരായ ചില പാർട്ടിയിൽ അല്ല, ഇങ്ങനെ ഈ ഒരു തടയിടത്തക്ക രീതിയിൽ ഇത് ആരൊക്കെയാണ് താങ്കളുടെ ബയേഴ്സ് എന്ന് അറിയാം, എന്നിട്ട് ആ ബയേഴ്സിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ ഇവർക്ക് എങ്ങനെയാണ് അതിന്റെ സാധ്യത? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പം ബിനാലെ നടക്കുന്നു. അതെ, ആരാണ് ഇതിന് പിന്നിൽ? ആരാണ് ഈ പറയുന്ന സാംസ്കാരിക എന്ന് പറയുന്ന ബേബി ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. അതെ, ഇവിടെ ഏതെങ്കിലും ഒരു കാനായി കുഞ്ഞിന് അടക്കോളം ഇത്ര ആരുമില്ല. കാരണം ഇവർ തീരുമാനിക്കും കേരളത്തിൽ ചിത്രകാരന്മാരാരാണ്. ഇവരാണ് തീരുമാനിക്കുന്നത്. അതിനാണിത്. കഴിഞ്ഞ കൊല്ലം നിങ്ങൾ അന്വേഷിച്ച് നോക്ക്, ആരാണിത് ഫണ്ട് ചെയ്തത്? ബേബി ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനിക്കുന്നത്. തീരുമാനിക്കുന്നവര് തന്നെ, വേറെ ആരുമില്ല. അപ്പോൾ ഇവിടെ സാറിന് ഈ പറയുന്ന രീതിയിൽ താങ്കളുടെ ഈ ചിത്രങ്ങളുടെ കച്ചവടത്തിന് ഇവർ ആ രീതിയിൽ ബയേഴ്സിനെ മുടക്കി. കാരണം നിങ്ങൾ ഇവർക്ക് മനസ്സിലായി, ഞാൻ ഫോട്ടോ അയച്ചുതരാം, എനിക്ക് വരുമാനം വരുന്ന ചിത്രങ്ങൾ കൂട്ടിയാണ്. അതെ, അതില്ലാണ്ടാക്കിയാലോ ഞാൻ തരുന്നു. അതെ, ഇപ്പം എൻ്റെ ഭാഗ്യത്തിന് ഒരുപാട് ആൾക്കാർ ചിത്രം വരുന്നു. എന്താ നിങ്ങൾ നമ്മളെ കർഷകര സാധനം നമ്മൾ ഇവിടെ വെക്കും, അത് വിറ്റ് കഴിയുമ്പോൾ എന്താ, അത് ഇവർക്ക് അടിയല്ലേ വയനാട്ടിൽ. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിനെ അങ്ങേരെ സഹായിക്കും, കർഷകര. കാരണം അറിയണം, അവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. കുടിയേറ്റമൊക്കെ റേഡിയോ തിരിച്ചു പോകാൻ ഈ കള്ളം പെറുക്കികൾ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടാക്കിയിട്ട് കണ്ട ഇവരെ കല തെണ്ടികളെ അതിൽ ഇരുത്തിയിട്ട് ഇല്ലേ ഇപ്പൊ ഒരു കർഷകൻ രക്ഷപ്പെട്ടു? നിങ്ങൾ പറ. ഒരിക്കലും ഇല്ല. ഇല്ല. സഹകരണ ബാങ്കൊക്കെ തകരാൻ പോവാ. ഇല്ല, പക്ഷെ ഇവര് സമ്പാദിച്ചില്ലേ? തീർച്ചയായിട്ടും. അതാണ് സാർ, നമുക്കൊരു സമയക്കുറവ് മൂലമാണ് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ വല്ലാത്ത പീഡനം താങ്കൾക്ക് സഹിക്കേണ്ടി വന്നു. അപ്പൊ ഇവൻ സെക്രട്ടറി ഇപ്പം നേതാവായല്ലോ. അതെ. അന്നേരം എന്നോട് വളരെ പ്രധാനപ്പെട്ട ചില സുഹൃത്തുക്കൾ പറഞ്ഞു, മോനേട്ടാ നിങ്ങൾ തുറന്നു പറഞ്ഞ കുറച്ചെങ്കിലും സത്യങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട ഒരു വലിയ ചിത്രകാരൻ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കപടത, എൻ്റെ ഒരു ചിത്രവരി വാങ്ങിയിട്ടില്ല. ഞാൻ യുനെസ്കോ അവാർഡ് നേടി, നാഷണൽ അവാർഡ് നേടി, അമൃതവാന വരച്ച് വേൾഡ് നമ്പർ 1. എന്നിട്ടും ഏതായാലും ഇത്തരത്തിൽ ഒരു വല്ലാത്ത പീഡനം ഒരു വലിയ പാർട്ടിയുടെ ഭാഗത്ത് വെച്ചാൽ കഴിയാവുന്ന ആളുകളെ ചിത്രങ്ങളുമായി സഹായിക്കണം. തീർച്ചയായിട്ടും താങ്കളുടെ കലാകാരനൊരു പ്രോത്സാഹനവും പിന്നെ വളരെ വെളിച്ചത്ത് വരേണ്ട ചില സത്യങ്ങൾ കൂടി താങ്കളെപ്പോലുള്ള ഒരു വലിയ ചിത്രകാരൻ്റെ നാവിൻ തുമ്പത്ത് നിന്ന് പുറത്തു വരേണ്ടത് ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. പിന്നെ താങ്കളുടെ ഒരു ധൈര്യത്തെ നമ്മൾ അഭിനന്ദിക്കുന്നു. ഈ ഇത്രയും വലിയ പടവെട്ടുകാരുടെ ഇടയിൽ പിടിച്ചു നിൽക്കുന്ന താങ്കളുടെ ധൈര്യത്തെ നമുക്ക് പ്രകീർത്തിക്കാതിരിക്കാൻ നിവർത്തിയില്ല. തുടർന്നും ഇനിയും താങ്കളുടെ ചിത്രപ്രദർശനം ഇവിടെ എറണാകുളത്ത് ഉണ്ടാവണം. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മാധ്യമം എന്ന രീതിയിൽ എല്ലാ സഹകരണം ഉണ്ടാകുന്നതാണ്. നന്ദി.